ഞാൻ എൻ്റെ ഈ കരിയറിൽ 5 കോടിയിലേറെ കോർപ്പസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു സീക്രട്ട് പറഞ്ഞുതരാം. ഈ ഒരു പൈസ വന്നത് ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് പഠിച്ചതുകൊണ്ടോ ഒന്നുമല്ല. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും വെൽത്ത് ഉണ്ടാക്കുന്നത്, അത് എക്സാക്ട്ലി എങ്ങനെയാണ് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ലൈഫിൽ സീരിയസ് ആയിട്ടുള്ള വെൽത്ത് ഉണ്ടാക്കണമെങ്കിൽ, ഒരു ക്രോഡികളുടെ ആ ലെവലിൽ വെൽത്ത് ഉണ്ടാക്കണമെങ്കിൽ 3 റൂൾസ് നിങ്ങൾ ഫോളോ ചെയ്യണം. അതിൽ ഫസ്റ്റ് റൂളാണ് എമൗണ്ട് യു ഇൻവെസ്റ്റ് മാറ്റേഴ്സ്. ഇത് മനസ്സിലാക്കാൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരാളുണ്ട്, അയാൾ എല്ലാ മാസവും അയാളുടെ സാലറിയിൽ നിന്ന് 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇയാൾ ഭയങ്കര അഗ്രഗണ്യനാണ്. സ്റ്റോക്ക് മാർക്കറ്റൊക്കെ എങ്ങനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിച്ച ആളാണ്. മാത്രമല്ല എല്ലാ ദിവസവും 2-3 മണിക്കൂർ അയാളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയമൊക്കെ ചിലവഴക്കി അയാളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാനും അത് എങ്ങനെ ബെറ്റർ ആക്കണം എന്നൊക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഓരോ വർഷവും ഗംഭീര റിട്ടേൺസ് ആണ് കിട്ടുന്നത്. 25% CAGR റിട്ടേൺസ് ആണ് ഓരോ വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 10 വർഷം അയാൾ ഈ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാൾ എത്ര പൈസ ഉണ്ടാക്കും? മോശമില്ലാത്തൊരു 90 lakhs rupees ഓൾമോസ്റ്റ് അയാൾ ഉണ്ടാക്കും. അതൊരിക്കലും ഒരു കുറവായിട്ടുള്ള എമൗണ്ട് അല്ല. ഇത്രയും ചെറിയ പൈസ വെച്ചിട്ട് അയാൾ ഇത്രയും പൈസ ഉണ്ടാക്കുന്നെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇനി ആകെയുള്ള ചോദ്യം, ഇത് റിയലിസ്റ്റിക് ആണോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ എന്നാലും ഇങ്ങനെ അയാൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും പൈസ അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതേ സമയം നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ ഇയാൾ എല്ലാ മാസവും 1 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒബ്വിയസ്ലി അയാൾ കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ആളായിരിക്കും. അതുകൊണ്ടായിരിക്കും 1 ലക്ഷം രൂപ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇയാൾക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? അയാൾ സിമ്പിളായിട്ട് കുറച്ച് പൈസ FDയിൽ ഇട്ടു, കുറച്ച് പൈസ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇടുന്നുണ്ട്. അതിൽ ഏത് മ്യൂച്വൽ ഫണ്ടാണെന്ന് കുറേ ബോധർ ചെയ്യാറില്ല. ഏതെങ്കിലും 2-3 ഇൻഡെക്സ് ഫണ്ട്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അയാൾ വല്ലപ്പോഴും ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ ഈ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എടുത്ത് തന്നെ നോക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരാൾ എത്ര റിട്ടേൺസ് ഉണ്ടാക്കുന്നുണ്ടാവും? ടാക്സേഷനൊക്കെ ശേഷം ഒരു 8% റിട്ടേൺസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകുന്നുണ്ടാവുള്ളൂ. പക്ഷേ 10 വർഷം കഴിയുമ്പോൾ ഇയാൾ ഉണ്ടാക്കിയ പൈസ എത്രയായിരിക്കും? ഇയാൾ ആക്ച്വലി ഉണ്ടാക്കിയ പൈസ 1.8 കോടിയായിരിക്കും. അതായത് ഏറ്റവും ബെസ്റ്റ് ഗ്രോത്ത് സ്റ്റോക്സ് ഏതാണെന്നും ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഏതാണെന്നും എങ്ങനെ റിട്ടേൺസ് ഒപ്റ്റിമൈസ് ചെയ്യാമെന്നും ഒന്നും പഠിക്കാത്ത ഈ ഒരാൾ മറ്റാളുടെ ഡബിൾ വെൽത്ത് ആയിരിക്കും 10 വർഷത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സീരിയസ് ആയിട്ട് വെൽത്ത് ഉണ്ടാക്കില്ല. ഏതാണ് ആ കാര്യം? ദാറ്റ് ഈസ് എമൗണ്ട് യു ഇൻവെസ്റ്റ് മാറ്റേഴ്സ് മോർ ദാൻ ദ റിട്ടേൺസ് യു ഗെറ്റ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് 30%, 40% റിട്ടേൺസ് തരുന്നൊരു സ്കീമുണ്ട് വിചാരിക്കാം. റിയാലിറ്റിയിൽ അങ്ങനത്തെ ഒരു ലെജിറ്റായ സ്കീംസും ഇല്ല. പക്ഷെ അങ്ങനെ ഉണ്ട് തന്നെ വിചാരിക്കാം. പക്ഷേ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു 5% ഒക്കെ ആ ഒരു സ്കീമിൽ ഇടുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ ആക്ച്വലി വെൽത്ത് ഉണ്ടാക്കുമോ? നിങ്ങൾ റിട്ടേൺസ് ഒക്കെ ഉണ്ടാകും. പക്ഷേ റിട്ടേൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ? റിട്ടേൺസ് വെച്ചിട്ട് നിങ്ങൾക്ക് കാർ വാങ്ങാൻ പറ്റുമോ? ബൈക്ക് വാങ്ങാൻ പറ്റുമോ? നിങ്ങൾക്ക് അരി വാങ്ങാൻ പറ്റുമോ? ഇല്ല. പക്ഷേ പൈസ കൊണ്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ റിട്ടേൺസ് കൂട്ടാമെന്നല്ല, എത്രത്തോളം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്നാണ്. ഇത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയാൻ 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് കാരണം നമ്മൾ മലയാളികളുടെ സ്വഭാവമാണ്. എവിടെ ഭയങ്കര റിട്ടേൺസ് കണ്ടാലും നമ്മൾ എന്ത് ചെയ്യും? അതിനെ ചേസ് ചെയ്യും. നമ്മൾ റീസെൻ്റ്ലി പേപ്പറൊക്കെ എടുത്ത് നോക്കിയാൽ എല്ലാ ദിവസവും തന്നെ എത്രയോ കോടികൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മലയാളികൾ ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള സ്കീംസിൽ പൈസ ഇട്ട്, റിട്ടേൺസ് ഭയങ്കര ഹൈ പ്രോമിസിങ് സ്കീംസ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ ഇടുന്നത്. അങ്ങനെ പൈസ ഇട്ട് അവരുടെ പൈസ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റിട്ടേൺസിനെ ചേസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഫ്രോഡ് ആയിട്ടുള്ള ഇതുപോലത്തെ സ്കീമിലൊക്കെ പൈസ ഇടാനാണ് ചാൻസ്. അതുവഴി നിങ്ങളുടെ കംപ്ലീറ്റ് പൈസ പോകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ്. രണ്ടാമതൊരു ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഹൈ റിട്ടേൺസ് എവിടെ കിട്ടുമോ എപ്പോഴും ഹൈ റിസ്ക് ആയിരിക്കും അതിനുണ്ടാവുക. അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു സ്മോൾ ക്യാപ് സ്കീം നിങ്ങൾക്ക് തോന്നുകയാണ് അത് അടുത്ത 10 വർഷത്തിൽ 20% റിട്ടേൺ ഉണ്ടാക്കും തോന്നുകയാണ്. പക്ഷേ അതേസമയം നിങ്ങൾക്കറിയാം അത് റിസ്ക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പം 0 റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എന്താ നാച്ചുറലി സംഭവിക്കുക? നിങ്ങൾ കുറേ പൈസ ഒരിക്കലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മാസം 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നാച്ചുറലി എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു 5,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. ചിലപ്പോൾ 10 വർഷം കഴിയുമ്പോൾ ആ 5,000 രൂപയിൽ നിങ്ങൾ 20% CAGR റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, വിച്ച് ഇസ് വെരി ഗ്രേറ്റ്. പക്ഷേ ആ വെറും 5,000 രൂപയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ആ 50,000 രൂപയിൽ നിങ്ങൾക്ക് ഉണ്ടാക്കായിരുന്നു. പക്ഷേ ഒബ്വിയസ്ലി 50,000 രൂപ നിങ്ങൾ അതിൽ ഇടില്ല, കാരണം അതിൽ റിസ്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിട്ടേൺസും ലോ ഇൻവെസ്റ്റ്മെൻറ്റിനാണ് എത്രയോ ബെറ്റർ ആണ് ഒരു മോഡറേറ്റ് റിട്ടേൺസ് ഉള്ള മോഡറേറ്റ് റിസ്ക് ഉള്ള സാധനവും ഹൈ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏറ്റവും ഹയസ്റ്റ് റിട്ടേൺ കിട്ടുന്ന സ്കീമിൽ ഇടുന്നതിന് പകരം നിങ്ങളുടെ കയ്യിലുള്ള പൈസ അത്യാവശ്യം നല്ല രീതിയിൽ ഇടാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീംസും അതുപോലെ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആ ഒരു റിട്ടേൺസ് 20% ഒന്നും ആവശ്യമൊന്നുമില്ല. നിങ്ങൾ 12% ആണെങ്കിലും 10% ആണെങ്കിലും ഈവൻ നിങ്ങൾ 8% കംഫർട്ടബിൾ എങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ. കാരണം നിങ്ങളുടെ കയ്യിലുള്ള പൈസ ആ എമൗണ്ട് നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രത്തോളം കൂടുതലാക്കാൻ പറ്റുന്നു അത്രത്തോളം വെൽത്ത് ആയിരിക്കും നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുക. ചിലപ്പോൾ റിട്ടേൺസ് കുറവായിരിക്കും, പക്ഷേ ആക്ച്വൽ വെൽത്തിൽ നിങ്ങൾ വേറെ ലെവലിലായിരിക്കും എത്തുക. രണ്ടാമത്തെ റൂളാണ് ഫോക്കസ് ഓൺ ഇൻക്രീസിങ് ഇൻകം. ഞാൻ ഫസ്റ്റ് റൂളിൽ പറഞ്ഞ കാര്യം, അതായത് കൂടുതൽ പൈസ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ട്രേഡിംഗ് സ്ട്രാറ്റജി അല്ല പഠിക്കേണ്ടത്, ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എങ്ങനെ പിക്ക് ചെയ്യണമെന്ന് പോലും അല്ല പഠിക്കേണ്ടത്. നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഇൻകം കൂട്ടണം എന്നാണ് പഠിക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഫോർ എക്സാമ്പിൾ മുകേഷ് അംബാനി ആയിക്കോട്ടെ, യൂസുഫ് അലി ആയിക്കോട്ടെ, അവരൊരിക്കലും ഏറ്റവും റിട്ടേൺസ് തരുന്ന മ്യൂച്വൽ ഫണ്ട് തപ്പി നടക്കുകയല്ല ചെയ്യുന്നത്. അവർ ഏറ്റവും ബെസ്റ്റ് വർക്ക് ചെയ്യുന്ന സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജി പോലും നോക്കുകയല്ല ചെയ്യുന്നത്.
റാദർ അവരെന്താ ചെയ്യുന്നത്, അവരുടെ ഇൻകം എങ്ങനെ കൂട്ടാണെന്നാണ് നോക്കുന്നത്. പക്ഷെ അതേസമയം നാച്ചുറലി എന്ത് ചെയ്യുന്നുണ്ടാവും, ആ കൂടുന്ന ഇൻകം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒബ്വിയസ്ലി അവർ സാധാരണ മ്യൂച്വൽ ഫണ്ടിലൊന്നും ആയിരിക്കില്ല ഇൻവെസ്റ്റ് ചെയ്യുക, പക്ഷേ അവർ സാധാരണ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും ദേ വിൽ ബി വെരി വെരി വെൽ ഓഫ് റാദർ ദാൻ യൂട്യൂബിൽ പോയിട്ട് 2025 ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് നോക്കുന്നതിനേക്കാൾ എത്രയോ വെൽ ഓഫ് ആയിരിക്കും അവർ അവരുടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്താൽ. ഇത് ഞാൻ പേഴ്സണലി അനുഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ യൂസുഫ് അലി മുകേഷ് അംബാനി ഒന്നും അല്ലെങ്കിലും എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോ ഞാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇടയ്ക്ക് താഴേക്ക് പോകുന്ന പൈസ വിഡ്രോ ചെയ്തുകൊണ്ടാണ്, അല്ലാണ്ട് പൈസ കുറഞ്ഞതുകൊണ്ടല്ല കേട്ടോ. ജസ്റ്റ് ഒരു ഡിസ്ക്ലൈമർ എന്നാണ്. ഇനി എൻ്റെ ഇനീഷ്യൽ ഇയേഴ്സ്, അതായത് കോവിഡിന് മുൻപുള്ള സമയത്ത്, ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപുള്ള സമയത്ത് ഓൾമോസ്റ്റ് ഒരു 30-40 lakhs എൻ്റെ അടുത്ത് നെറ്റ് വർത്ത് ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ പൈസ ഞാൻ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് വഴി ഉണ്ടാക്കിയതാണ്. അപ്പോൾ എൻ്റെ കോളേജിലെ സമയത്ത് ഞാൻ കുറേ ബുക്സ് വായിക്കുമായിരുന്നു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ അതിന് വേണ്ടി കുറേ സമയം ഞാൻ റിസർച്ച് ചെയ്യായിരുന്നു. അങ്ങനെ അത്യാവശ്യം മോശമില്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, അത്യാവശ്യം നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആക്ച്വലി. പക്ഷേ അപ്പോഴും എൻ്റെ ടോട്ടൽ വെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു 30-40 lakhs മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രാഫ് വേറെ ലെവലിലാണ് മുകളിലേക്ക് പോയത്. അത് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ മാത്രം ഉണ്ടാക്കിയ റിട്ടേൺസ് അല്ല, എൻ്റെ ഇൻകം ഞാൻ കൂട്ടുകയാണ് ചെയ്തത്. അതേ സമയത്താണ് ഞാനും എല്ലാം കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം കുറേ വാല്യൂ നമുക്ക് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുവഴി കുറേ കുട്ടികൾ നമ്മുടെ എക്സാമിനർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുകയും അതുവഴി നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഇൻകമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കൂട്ടിയത്. ഒബ്വിയസ്ലി അതിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടിയ റിട്ടേൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഗ്രാഫിൽ മെജോറിറ്റി പോർഷൻസ് നമ്മുടെ ഇൻകം ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ റിട്ടേൺസിൻ്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റിന് ശേഷം റിട്ടേൺസ് ഞാൻ അതുവരെ ഉണ്ടാക്കിയ പോലത്തെ റിട്ടേൺസ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. കാരണം ആ ഒരു പോയിന്റിന് ശേഷം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് എൻ്റെ ഇൻകം എങ്ങനെ കൂട്ടാം. ഒബ്വിയസ്ലി കോൺഷ്യസ്ലി ഞാൻ ഇരുന്നിട്ട് എൻ്റെ ഇൻകം കൂട്ടുന്നതിനെ പറ്റി അല്ല ചിന്തിക്കുന്നത്, എൻ്റെ ബിസിനസ് എങ്ങനെ നന്നായിട്ട് റൺ ചെയ്യാം, കുട്ടികൾക്ക് എങ്ങനെ മാക്സിമം വാല്യൂ കൊടുക്കാമെന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ അതുവഴിയാണല്ലോ ഞാൻ കൂടുതൽ ഇൻകം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലായിരുന്നു ഞാൻ കൂടുതൽ ഫോക്കസ് റാദർ ദാൻ ഞാൻ സ്റ്റോക്ക് പിക്കിംഗ് ആ ഒരു സമയത്തൊക്കെ നമ്മൾ കുറച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഏതാണെന്ന് പോലും നോക്കിയില്ല. എനിക്ക് കംഫർട്ടബിൾ ആയി തോന്നി 2-3 മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ പൈസ ഇടുകയും കൂടുതൽ ഫോക്കസ് ആ മറ്റേ സൈഡിലായിരുന്നു. അപ്പോൾ അതുവഴി എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ മേ ബി റിട്ടേൺസ് പഴയ പോലെ സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗ് ചെയ്ത് റിട്ടേൺസ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, പക്ഷേ വെൽത്ത് വേറെ ലെവലിലായിരുന്നു. അതൊരിക്കലും എൻ്റെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സമയത്തുള്ള ആ ഒരു വെൽത്തായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത വെൽത്തായിരുന്നു ഉണ്ടാക്കിയ സമയത്ത്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൃത്യമായി ഈ ഐഡിയ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ചെറിയ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഒരു 5 കോടിയുടെ പോർട്ട്ഫോളിയോ എന്ന് വിചാരിക്കാം. അയാൾ വളരെ സേഫ് ആയിട്ടുള്ള അസറ്റിലേക്കാണ് പൈസ ഇട്ടിരുന്നത്. കുറച്ച് FD, കുറച്ച് ഡെറ്റ് ഫണ്ട് അങ്ങനെയൊക്കെ ഉള്ളൂ. ഭയങ്കര റിസ്കി ആയിട്ടുള്ള അസറ്റ്സ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് അയാൾക്ക് കിട്ടുന്ന റിട്ടേൺസ് ഒരു 7% ഉള്ളൂ. അപ്പം പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇയാളൊരു മണ്ടറാന്ന് തോന്നുന്നു. 7% റിട്ടേൺസോ എന്തും പൊട്ടനാണ്. അയാളൊരു വർഷം അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാത്രം ഉണ്ടാക്കുന്ന പൈസ 35 ലക്ഷം രൂപയായിരിക്കും. ഇനി നിങ്ങളുടെ ടാക്സും കൂടി ചേർത്തിട്ട് 5% റിട്ടേൺസ് അയാൾ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചോ, അപ്പോൾ 25 ലക്ഷം രൂപ അയാൾ വെറുതെ പൈസ ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ റിട്ടേൺസ് നിങ്ങൾ മാക്സിമം കുറവാക്കണം എന്നല്ല, പക്ഷേ ഞാൻ പറയുന്നത് റിട്ടേൺസ് അല്ല മാറ്റർ ചെയ്യുക. വാട്ട് യു ആക്ച്വലി ഏൺ, വാട്ട് യു ആക്ച്വലി ഇൻവെസ്റ്റ്, ആ എമൗണ്ട് ആണ് കൂടുതൽ മാറ്റർ ചെയ്യാന്നാണ്. ആ എമൗണ്ട് നിങ്ങൾ കൂട്ടണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ ഇൻകമിൽ ഫോക്കസ് ചെയ്യണം. ഇതിന് 3 സിമ്പിൾ വഴികളുണ്ട്. വഴികൾ സിമ്പിൾ ആണെങ്കിലും അത് ആക്ച്വലി ചെയ്യാൻ ഈസി ഒന്നല്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ആൻഡ് ലോട്ട് ഓഫ് കമ്മിറ്റ്മെന്റ്. പക്ഷേ ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ, കാരണം എല്ലാവർക്കും ഇപ്പോൾ ബിസിനസ്സിലൂടെ തന്നെ ഇൻകം ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല, പക്ഷേ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം കൂട്ടാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ അപ്പ് സ്കില്ലിംഗ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, എനിക്ക് എങ്ങനെയാണ് ഈ ജോലിയിൽ ബെറ്റർ ആവാൻ പറ്റുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി, ആ ഒരു കമ്പനിക്ക് എങ്ങനെയാണ് എനിക്ക് കൂടുതൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. ഈ ഒരു മെൻറ്റാലിറ്റിയിലൂടെ നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് കൂട്ടിക്കൊണ്ടിരുന്നാൽ അതിനനുസരിച്ച് ആ കമ്പനിയുടെ ഗ്രോത്തിന് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്താൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം കാര്യമായിട്ട് കൂട്ടാൻ പറ്റും. രണ്ടാമത്തെ കാര്യമാണ് ഒബ്വിയസ്ലി ബിസിനസ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് ബിസിനസ്സിലൊരു ടാലൻറ്റ് ഉണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ഐഡിയ ഉണ്ടോ. ഒബ്വിയസ്ലി ഐഡിയ ഉള്ളതുകൊണ്ടോ ടാലൻറ്റ് ഉള്ളതുകൊണ്ടോ മാത്രം കാര്യമൊന്നുമില്ല, നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടി വരും. അപ്പോൾ പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ ബിസിനസ് തുടങ്ങാൻ പറ്റുമോ, അങ്ങനെ അത് മെല്ലെ മെല്ലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയല്ല, ആക്ച്വലി ചെയ്തു നോക്കുക. ആൻഡ് മേ ബി വൺ ഡേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇൻകം എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് കാര്യം, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ചെറിയ ചെറിയ പാസീവ് ഇൻകംസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേറെ സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് ഇപ്പോൾ പാസീവ് ഇൻകം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ഓൾറെഡി പാസീവ് ഇൻകം കുറേ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനോടൊപ്പം എനിക്ക് തോന്നുകയാണ് എനിക്ക് ഒരു എക്സ്ട്രാ ഒരു പാസീവ് ഇൻകം കോഴ്സും കൂടി വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ചിലപ്പോൾ ഗിറ്റാർ പഠിപ്പിക്കും. എനിക്ക് ഗിറ്റാർ വായിക്കാൻ നന്നായിട്ട് അറിയാം. ഞാൻ സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിലൊക്കെ ഫസ്റ്റ് ആയതാണ്. മാത്രമല്ല ഇപ്പോഴും ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഗിറ്റാർ പഠിപ്പിക്കാം. അതുവഴി എനിക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാം. ഇനി ഇതിന് വേണ്ടി എനിക്ക് കുറേ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ ഡെയിലി ഷെഡ്യൂളിൽ നിന്ന് മേ ബി ഒരു 1 hour 2 hour മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാം. ഒബ്വിയസ്ലി ഞാനത് ചെയ്യാറില്ല, കാരണം എനിക്ക് അതിന് വേണ്ടി സമയമില്ല. മാത്രമല്ല എനിക്ക് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ സമയം കൊണ്ട്. നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടോ നിങ്ങൾക്ക് പാസീവ്ലി ഇൻകം ഉണ്ടാക്കാൻ പറ്റുക. ഇനി പാസീവ്ലി ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് വെറുതെ ഇരുന്നിട്ട് പൈസ ഉണ്ടാക്കുന്ന ആ പാസീവ് അല്ല, നിങ്ങളുടെ ഓൾറെഡി ആക്റ്റീവ് ജോലിക്കൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യു ഷുഡ് സ്പെൻഡ് മോർ ടൈം തിങ്കിങ് ആൻഡ് റിസർച്ചിങ് ആൻഡ് വർക്കിംഗ് ഓൺ ഹൗ ടു ഇൻക്രീസ് യുവർ ഇൻകം. പല ആൾക്കാരും നേരെ തിരിച്ചു ചെയ്യുക. നിങ്ങൾ 20s ആണെങ്കിൽ പല ആൾക്കാരും ഇന്നത്തെ കാലത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ട്രേഡിങ്ങിലൂടെ എങ്ങനെ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലൂടെ പൈസ എങ്ങനെ ഏറ്റവും റിട്ടേൺസ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാം. ഇതൊക്കെ റിസർച്ച് ചെയ്യുന്ന പകരം നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ജോലിയിൽ, നിങ്ങൾ ഓൾറെഡി ചെയ്യുന്ന ബിസിനസ്സിൽ അതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടുതൽ ഇൻകം ഉണ്ടാക്കാൻ പറ്റുക, എങ്ങനെ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുക നിങ്ങൾ റിസർച്ച് ചെയ്ത് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻക്രിമെൻ്റൽ ബെനിഫിറ്റ് വേറെ ലെവലിലായിരിക്കും. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റിയിട്ടോ മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടോ
പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി എന്ത് ചെയ്യാൻ പറ്റും 1-2% നിങ്ങളുടെ റിട്ടേൺസ് കൂട്ടാൻ പറ്റും. നിങ്ങൾ ഒന്നും ചെയ്യാതെ വെറുതെ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12% റിട്ടേൺസ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 14% റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മൊത്തം ലൈഫിൽ അത് വലിയ വ്യത്യാസം വരുത്തില്ല. കാരണം റിട്ടേൺസ് വെച്ചിട്ട് നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല, പൈസ വെച്ചിട്ട് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ സെക്കൻഡ് റൂൾ ഇസ് യു ഷുഡ് സ്പെൻഡ് മോർ ടൈം ഫോക്കസിങ് ഓൺ ഇൻക്രീസിങ് യുവർ ഇൻകം. ഈ ഒരു ചാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഈ ചാനലിലെ എല്ലാ വീഡിയോയും നിങ്ങൾ കാണേണ്ട ആവശ്യം പോലും ഇല്ല. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഫിനാൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ കാണുന്നതൊക്കെ ഒരു രസമാണെങ്കിൽ, നിങ്ങൾക്ക് ഒന്നും ഇതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന നല്ലതായിരിക്കും. പക്ഷേ ഞാൻ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ നിങ്ങൾ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ പറഞ്ഞ കാര്യങ്ങളെ കൃത്യമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാനലിലെ 90% വീഡിയോസ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് വേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ആയിട്ട് പറയുമെന്നല്ല, നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾ 2 ബേസിക് വീഡിയോസ് നിങ്ങൾ കണ്ടാലും മതി. ഒന്ന് നമ്മുടെ അസറ്റ് അലോക്കേഷൻ വീഡിയോ ആണ്, മറ്റൊരു വീഡിയോ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ 2 funds for my life എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. ആ 2 വീഡിയോസ് കണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്താലും യു വിൽ ബി ബെറ്റർ ഓഫ്. അപ്പോൾ പോയിന്റ് ഇസ്, നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലെ റിട്ടേൺസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനേക്കാളും നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇൻകം എങ്ങനെ ഒരു 10,000 രൂപ കൂട്ടാം, അല്ലെങ്കിൽ 20,000 കൂട്ടാം, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുക, അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക. ഇനി നമുക്ക് തേർഡ് റൂളിലേക്ക് പോകാം. തേർഡ് റൂൾ ഇസ് സ്റ്റേയിങ് ഇൻവെസ്റ്റഡ്. നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ എത്ര റിട്ടേൺസ് ഉണ്ടാക്കിയെന്ന് ആർക്കും മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. ബാക്കിയുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് റീലൊക്കെ ഇടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. 30% റിട്ടേൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നവർ കണ്ടിട്ടുണ്ട്. മാത്രമല്ല ആ 30% റിട്ടേൺസ് ഒക്കെ എത്ര വർഷം ചെയ്യാൻ പറ്റും? ഒരു വർഷം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലൊരു കാര്യമില്ല. നേരെ വർഷം 10 വർഷത്തിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര കാര്യമുണ്ടാവും. പക്ഷേ റിയാലിറ്റീസ് അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്തൊക്കെ ടു ഗുഡ് ടു ബി ട്രൂ ആണെന്ന് തോന്നുന്നുണ്ടോ, അതായത് കുറച്ച് ഓവറായിരുന്നു തോന്നുന്നുണ്ടോ, അതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ പൈസയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിൽ കുറച്ച് പൈസ FD പോലത്തെ സേഫ് ഇൻസ്ട്രുമെൻസിലായിരിക്കും, കുറച്ച് പൈസ ഗ്രോയിങ് അസറ്റ്സിലായിരിക്കും, മ്യൂച്വൽ ഫണ്ട് ആയിക്കോട്ടെ, സ്റ്റോക്സിലായിക്കോട്ടെ. അപ്പോൾ എങ്ങനെയാണ് അസറ്റ് അലോക്കേഷൻ ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അസറ്റ് അലോക്കേഷൻ വീഡിയോ നിങ്ങൾ കാണണേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും അവിടെ റിട്ടേൺസ് അല്ല കൂടുതൽ മാറ്റർ ചെയ്യുക, നിങ്ങൾ എത്ര നാൾ ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴ്സിൽ ഉപയോഗിച്ച 2 സ്ലൈഡ്സ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലെ മ്യൂച്വൽ ഫണ്ടിലെ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് കുറച്ച് ഡേയ്സിൽ, കുറച്ച് ദിവസങ്ങളുണ്ടാവില്ല സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്ത്, അത് നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കഴിഞ്ഞ 20 വർഷം എല്ലാ ദിവസവും ഇൻവെസ്റ്റഡ് ആയിട്ട് നിന്നാൽ നിങ്ങൾ നിഫ്റ്റി 500 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഫണ്ടാണ്. അതിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന CAGR റിട്ടേൺസ് 15.7% ആണ്. അപ്പോൾ ബിഫോർ ടാക്സ് 15.7% എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റിട്ടേൺസ് ആണ്. നിങ്ങൾ ഇൻഡെക്സ് ഫണ്ടിന് വരെ ഒരു നല്ല മ്യൂച്വൽ ഫണ്ടൊക്കെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് വേണം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ 20 വർഷത്തിൽ ഏറ്റവും ബെസ്റ്റ് 10 ദിവസം നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന 20 വർഷത്തെ റിട്ടേൺസ് 11.6% ഉള്ളൂ. ഇതിനേക്കാളും സർപ്രൈസിങ് ആണ്, നിങ്ങൾ ബെസ്റ്റ് 20 ദിവസം, ജസ്റ്റ് 20 വർഷത്തിലെ 20 ദിവസം നിങ്ങൾ മിസ് ചെയ്തിട്ടുള്ളൂ, നിങ്ങൾ ഉണ്ടാക്കുന്ന റിട്ടേൺസ് ഓൾമോസ്റ്റ് ഒരു FDനേക്കാളും കുറച്ചുകൂടി ഉണ്ടാവുള്ളൂ, 8.7% ഒക്കെ ഉണ്ടാവുള്ളൂ. ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷേ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് മാറ്റേഴ്സ് നിങ്ങൾ എത്ര നാൾ ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. അവിടെയും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ 10 ബെസ്റ്റ് ദിവസം നമ്മൾ കണ്ടുപിടിച്ചിട്ട് പോയി. ഒരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിനെ നമുക്ക് അങ്ങനെ രീതിയിലൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കുക, അസറ്റ് അലോക്കേഷൻ ഫോളോ ചെയ്യുക. അത് പ്രകാരം നിങ്ങൾ ലോങ് ടേമിൽ ഇൻവെസ്റ്റഡ് ആയി നിന്നാൽ നിങ്ങൾക്ക് ആക്ച്വൽ വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും, മോശമില്ലാത്ത രീതിയിൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഒരു സ്ലൈഡും കൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നോക്കിക്കുക, ഒരു വർഷം 4 മാസത്തെ ഈ ഒരു ചെറിയ സമയളവിൽ 117% ആയിരുന്നു. പിന്നീട് അടുത്ത 3 മാസം നെഗറ്റീവ് റിട്ടേൺസ് ആണ്, പിന്നെ കാര്യമായിട്ടൊന്നും സംഭവിക്കുന്നില്ല. പിന്നീട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഓൾമോസ്റ്റ് 1 ഇയറിൽ 100% ഡബിളായി നിങ്ങളുടെ പൈസ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റിലെ റിട്ടേൺസ് വരിക എല്ലാ വർഷവും ഒരു 12%, 13% ആ രീതിയിലല്ല. ഏതെങ്കിലും ഒരു വർഷമായിരിക്കും ചിലപ്പോൾ ഇതുപോലെ 170% റിട്ടേൺസ്, 139% റിട്ടേൺസ്, 150% റിട്ടേൺസ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എപ്പോഴും കൂടെ വരികയാണ് ചെയ്യുക. ആ ഒരു സമയത്ത് നമ്മൾ ഇൻവെസ്റ്റഡ് ആയിട്ട് നിന്നില്ലെങ്കിൽ നമ്മളത് മിസ് ചെയ്യും, പിന്നെ അത് അതിൻ്റെ പുറകെ ചേസ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും റിട്ടേൺസിൻ്റെ നേച്ചർ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ ബി മോർ കംഫർട്ടബിൾ. നിങ്ങൾക്കറിയാം ചില വർഷങ്ങൾ ഇങ്ങനെ ഡൗൺ ആയിരിക്കും, പക്ഷേ അത് അപ്പാവുന്ന വർഷങ്ങൾ, റിട്ടേൺസ് വരുന്ന വർഷങ്ങളിൽ കാര്യമായിട്ടുള്ള റിട്ടേൺസ് ആയിരിക്കും ഉണ്ടാക്കാൻ പോകുന്നുള്ള ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ ബി മോർ കംഫർട്ടബിൾ സ്റ്റേയിങ് ഇൻവെസ്റ്റഡ് ഫോർ ദി ലോങ് ടേം. അപ്പോൾ മൂന്നാമത്തെ റൂൾ ഇസ് വെരി സിമ്പിൾ, സ്റ്റേ ഇൻവെസ്റ്റഡ് ഫോർ ദ ലോങ് ടേം. പക്ഷേ ഇതിന് വേണ്ടി നിങ്ങൾ ബേസിക്സ് പഠിക്കേണ്ടി വരും. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊന്നും നിങ്ങൾ പഠിക്കാതെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഒരു വലിയ പ്രശ്നം നിങ്ങൾ നേരിടാൻ പോകുന്നത് പ്രാക്ടിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഇതുപോലത്തെ മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയങ്ങളിൽ, ഡൗൺ ആകുമ്പോൾ നല്ലോണം ഡൗൺ ആവും, ചിലപ്പോൾ 20%, 30% ഒക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ താഴേക്കായിരിക്കും കിടപ്പുള്ളത്. ആ സമയത്ത് മിക്കവാറും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ പൈസ വിഡ്രോ ചെയ്യും. നിങ്ങൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും, പാനിക് അടിച്ചിട്ട് FDയിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സേഫ് ആയിട്ട് 6-7% റിട്ടേൺസ് കിട്ടില്ല, പിന്നെ ഞാൻ അതിൻ്റെ പേര് പുറകെ പോകുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ പൈസ വിഡ്രോ ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പൈസ വിഡ്രോ ചെയ്തിട്ട് മേ ബി അടുത്ത
6 മാസത്തിൽ 7 മാസത്തിലായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് ഗംഭീര റിട്ടേൺസ് തരാൻ പോകുന്നത്. എപ്പോഴും അത് അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രാക്ടിക്കലി ഇതായിരിക്കും സംഭവിക്കുക. തിയററ്റിക്കലി പറയുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് ഉണ്ടാക്കിയിട്ട് അത് റിട്ടേൺസ് ഉണ്ടാക്കി എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ പ്രാക്ടിക്കലി നിങ്ങൾക്ക് ഇതായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ അതുപോലത്തെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ യു ഷുഡ് അറ്റ്ലീസ്റ്റ് ലേൺ ദ ബേസിക്സ്. അപ്പോൾ അവിടെ ഒബ്വിയസ്ലി നമ്മുടെ കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കോഴ്സിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോഴ്സിൽ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല, അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്ഥലത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് സാധനം പഠിക്കാം. 6 മണിക്കൂർ ആ കോഴ്സ് ഉള്ളത് ഫുൾ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ടൈമിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അതേ കാര്യം ഒബ്വിയസ്ലി നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസും പഠിക്കാം. ഈ ചാനൽ വീഡിയോസും പല ചാനൽസിൽ വീഡിയോസിലും ഉണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം വെച്ചാൽ അത് ചിതറി ഇങ്ങനെ കിടക്കുകയായിരിക്കും ചെയ്യാം. മാത്രമല്ല ഓരോ ആൾക്കാരും ചെറിയ വേറെ ഒപ്പീനിയനൊക്കെ ഓരോ സമയത്ത് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം ബേസിക്സ് പഠിക്കുക. ഓവർ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവശ്യമില്ല. പക്ഷേ ആ ബേസിക്സ് ഷുഡ് ബി വെരി ക്ലിയർ. അങ്ങനെ ക്ലിയർ ആണെങ്കിൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേമിൽ പൈസ താഴേക്ക് പോയാലും പൈസ മുകളിലേക്ക് പോയാലും നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്തിനാണ് ഈ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ് ലോങ് ടേമിൽ മ്യൂച്വൽ ഫണ്ട് നല്ല റിട്ടേൺസ് തരിക. അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഇൻവെസ്റ്റഡ് ആയി നിൽക്കും. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നത് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാനൊന്നുമല്ല. ചിലപ്പോൾ നിങ്ങൾ ഒരു ഇൻഡെക്സ് ഫണ്ട് ഉണ്ടാക്കുന്ന റിട്ടേൺസ് ഒക്കെ ഉണ്ടാക്കുള്ളൂ. പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻവെസ്റ്റഡ് ആയിട്ട് നിൽക്കാൻ യു ഷുഡ് ഹാവ് ദാറ്റ് കൺവിക്ഷൻ. ആ കൺവിക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് കാര്യങ്ങൾ പഠിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതല്ലാതെ എന്തോ സുപ്പീരിയർ ആയിട്ടുള്ള റിട്ടേൺസ് 20%, 25% റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള പഠിപ്പിക്കുന്ന ഒരു പരിപാടിയും നമ്മൾ ആ കോഴ്സിലും ചെയ്യുന്നില്ല, ഈ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോസിലും ചെയ്യുന്നില്ല. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി നോട്ട് പോസിബിൾ. ഇനി അത് പോസിബിൾ ആക്കാൻ പറ്റുമെങ്കിൽ തന്നെ അതിലെപ്പോഴും ഹൈ റിസ്ക് ഉണ്ടാവും എന്നുള്ള റിയാലിറ്റിയും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെയാണ് ആക്ച്വൽ വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ള കാര്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഓണസ്റ്റ് ആയിട്ട് മാക്സിമം സിംപ്ലിഫൈഡ് ആയിട്ടും പറയാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ആ ഒരു വെൽത്ത് ക്രിയേഷൻ്റെ ആ ഒരു പാതയിലേക്ക് എത്തണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ വായിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.